നരം ചൈവാനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്നിവിടെ നമ്മൾ ഭഗവത്ഗീതയിൽ വളരെ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ശ്ലോകവും കൂടെയാണ്. 4-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം. കയ്യിൽ പുസ്തകമുണ്ടെങ്കിൽ തുറക്കുക. 4-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം. പരിത്രാണായ സാധൂനാം. പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 241. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതിന്റെ താഴെ 3 വരിയുള്ള വിവർത്തനം ഉണ്ട്. ആരെങ്കിലും ഒരാൾ ഉറക്കെ വായിക്കുക ആ 3 വരി വിവർത്തനം. എല്ലാവർക്കും കേൾക്കണം. വിവർത്തനം അത് ഇതിന്റെ താഴത്തെ കണ്ടോ? 3 വരി ഗോൾഡ് ആയിട്ടുണ്ടാവും. വിവർത്തനം അതിന്റെ താഴെ 3 വരി. ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, മാതാജിയുടെ സൗണ്ട് വളരെ കുറവാണ്. ഹരേ കൃഷ്ണ. ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു.
ഭഗവത്ഗീതയിൽ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണിത്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. ഭഗവാൻ ഓരോ യുഗത്തിലും അവതരിക്കാൻ 3 കാരണങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 3 കാരണങ്ങൾ കൊണ്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. പരിത്രാണായ സാധൂന, സാധുക്കളും ശാന്ത സ്വഭാവമുള്ളവർ, ശുദ്ധന്മാർ, ഭക്തന്മാർ, ഇവരെയൊക്കെ സംരക്ഷിക്കാനും. അടുത്ത കാരണം എന്താണ്? തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനും, ദുഷ്കൃതി ചെയ്യുന്നവരെല്ലാം ശിക്ഷിക്കാനും. 3ാമത്തെ കാരണം ധർമ്മം സ്ഥാപിക്കാനും വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നത്. 3 കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണ്? സാധുക്കളെ സംരക്ഷിക്കുക. 2ാമത്തത് ദുഷ്കൃതി, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുക. 3ാമത്തെ കാരണം ധർമ്മം പുനർസ്ഥാപിക്കുക. ഈ 3 കാരണങ്ങൾക്ക് വേണ്ടി ഭഗവാൻ യുഗം തോറും അവതരിക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3ാമത്തെ കാരണം മാത്രം. മറ്റു വിഷയങ്ങൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. 3ാമത്തെ കാരണം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 3ാമത്തെ കാരണം എന്താണ്? ധർമ്മത്തിനെ സ്ഥാപിക്കുക. ശരി, ഈ ധർമ്മം എന്ന വാക്ക് നമുക്ക് പുതിയതൊന്നുമല്ല. ധർമ്മം എന്ന് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും നമുക്കൊരു വ്യക്തമായ ഒരു ധാരണയില്ല. ധർമ്മം എന്ന് വെച്ചാൽ എന്താണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഇപ്പൊ ഇവിടെ തന്നെ 50-ഓളം ആൾക്കാരുണ്ട്. ഓരോരുത്തരടുത്തും നമ്മൾ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ മറുപടിയായിരിക്കും നമുക്ക് ലഭിക്കുക. ഇപ്പൊ മാതാജി തന്നെ പറയും, മാതാജിയുടെ കാഴ്ചപ്പാടിൽ ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? ചുമ്മാ പരീക്ഷയൊന്നുമില്ലല്ലോ, ശരിയും തെറ്റൊന്നുമില്ല. ധർമ്മം എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ കാഴ്ചപ്പാട്? വേറെ ആരെങ്കിലും? ധർമ്മം എന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്ന് പറഞ്ഞാൽ മതി, ശരിയും തെറ്റൊന്നുമില്ല. പാവങ്ങളെ സഹായിക്കുക. ഓക്കെ, ശരി, അതൊരു ഉത്തരം. വേറെന്തെങ്കിലും? പാവങ്ങളെ സഹായിക്കുക, പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുക. നല്ല കാര്യം എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്തൊക്കെ? 1-2 ഉദാഹരണം പറയൂ. എന്തൊക്കെ നല്ല കാര്യം? സത്സംഗം ചെയ്യുക, പാവങ്ങളെ സഹായിക്കുക. ഓക്കെ, ശരി. വേറെന്തെങ്കിലും? ധർമ്മം എന്ന് വെച്ചാൽ വഴിതെറ്റിപ്പോകുന്നവർ. ഓക്കെ, വഴിതെറ്റിപ്പോകുന്നവർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു ഉദാഹരണം, പന്തളം വരാൻ വേണ്ടി പത്തനംതിട്ട പോയവർ, അങ്ങനെയാണ്. ഏതെങ്കിലും ഒന്ന് ഉദാഹരണം പറയൂ. വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക. ഓക്കെ. മദ്യപിക്കുന്നവരെ നേരായ മാർഗത്തിൽ കൊണ്ടുവരിക. ശരി. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ധർമ്മം എന്ന് പറഞ്ഞപ്പോ പല വ്യത്യസ്തമായ മറുപടിയല്ലേ കിട്ടിയത്, അല്ലേ? ഇനിയിപ്പോ ചിലരുടെ മനസ്സിൽ വേറെയും കുറെ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോ ഇങ്ങനെ നമുക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. എന്നാലും കൃഷ്ണ ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നു, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഞാൻ യുഗങ്ങൾ തോറും അവതരിക്കും. അപ്പൊ ഭഗവാൻ ഉദ്ദേശിക്കുന്ന ധർമ്മം എന്താണ് എന്ന് നമുക്ക് അറിയണോ വേണ്ടേ? അല്ലേ? ഇപ്പൊ നമ്മൾ ധർമ്മം എന്താണെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കൃഷ്ണൻ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഒരു തവണ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു പൊതുയോഗം കൂട്ടി ഓരോ വിവാഹം ഓരോ ആൾക്കാർക്ക് കൊടുത്തു. ലക്ഷ്മിക്ക്
ധനം ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു ലക്ഷ്മിക്ക്. വിദ്യ ആർക്ക് കൊടുത്തു? സരസ്വതിക്ക് കൊടുത്തു. തടസ്സങ്ങളുടെ വിഭാഗം ആർക്ക് കൊടുത്തു? തടസ്സം ഗണപതിക്ക് കൊടുത്തു. ഇതിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട് നമുക്ക്. ഗണപതിയെ പൂജിച്ചാൽ തടസ്സങ്ങൾ മാറും എന്നൊരു മനസ്സിലാക്കലുണ്ട്. അത് 50% ശരി, മുഴുവനും ശരിയല്ല. തടസ്സങ്ങളെ മാറ്റുന്ന ജോലി മാത്രമല്ല ഗണപതിക്ക്, തടസ്സങ്ങളുടെ അധിപനാണ് അദ്ദേഹം. മനസ്സിലായോ? ഇപ്പോ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് തരാനും പറ്റും. പൈസ അടച്ചില്ലെങ്കിൽ കറണ്ട് ഊരിക്കൊണ്ടുപോകാനും അവർക്ക് പറ്റും, അല്ലേ? രണ്ടും അവർക്ക് സാധിക്കും. കറണ്ട് നമുക്ക് തരാനും പറ്റും, തന്ന കറണ്ടിനെ ഇല്ലാതാക്കാനും പറ്റും. ശരിയല്ലേ? അതേപോലെ ഗണപതി തടസ്സങ്ങളുടെ വിഭാഗം എന്ന് പറയുമ്പോ തടസ്സങ്ങളെ സൃഷ്ടിക്കാനും പറ്റും, തടസ്സങ്ങളെ ഇല്ലാതെ. മനസ്സിലായോ? രണ്ടും ഗണപതിക്ക് പറ്റും. ഒരു തവണ മഹാദേവന് ആത്മലിംഗം കിട്ടി. രാവണന് ആത്മലിംഗം കിട്ടി. രാമായണത്തിൽ പറയുന്നു, മഹാദേവൻ ശിവന്റെ ഹൃദയത്തിലിരുന്ന ഒരു ലിംഗം രാവണന് കൊടുത്തു. ആ ലിംഗത്തിന്റെ പേരെന്താണ്? മഹാദേവൻ തന്റെ ഹൃദയത്തിലിരുന്ന ഒരു ലിംഗത്തിനെ രാവണന് കൊടുത്തു. അതാണ് ആത്മലിംഗം. ഇതിനെ കൊണ്ടുപോയി ലങ്കയിൽ വെച്ച് കഴിഞ്ഞാൽ രാവണ, നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഈ രാവണൻ ഈ ആത്മലിംഗത്തിനെ ലങ്കയിലേക്ക് കൊണ്ടുപോകുമ്പോ ദേവഗണങ്ങളൊക്കെ പേടിച്ചു. വിചാരിച്ചു ഇനിയിപ്പോ രാവണനെ ഓൾറെഡി തോൽപ്പിക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ ഈ സാധനവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ രാവണനെ എങ്ങനെ തോൽപ്പിക്കും? അപ്പൊ ഇവരെല്ലാം കൂടെ ചേർന്ന് രാവണന്റെ യാത്രയെ മുടക്കണം. ഈ ആത്മലിംഗത്തിന്റെ ഒരു പ്രത്യേകത, ഭൂമിയിൽ വെച്ചാൽ പിന്നെ എടുക്കാൻ പറ്റൂല. അങ്ങനെ രാവണനെ ചതിച്ച് രാവണന്റെ യാത്രയിൽ ഒരു തടസ്സമുണ്ടാക്കി ഗണപതി കള്ളത്തരമൊക്കെ കാണിച്ചു രാവണനെ കൊണ്ട് എന്ത് ചെയ്യിച്ചു? ആത്മലിംഗം താഴെ വെച്ചു. പിന്നെ എടുക്കാൻ പറ്റിയില്ല. രാവണന്റെ യാത്രയിൽ തടസ്സമുണ്ടാക്കിയത് കൊണ്ടാണ് ഗണപതിക്ക് എന്ത് പേര്? വിഘ്നേശ്വരൻ എന്ന പേര്. വിഘ്നങ്ങളുടെ ഈശ്വരനാണ്, അല്ലാതെ വിഘ്നങ്ങൾ മാറ്റുന്നത് മാത്രമല്ല, വിഘ്നങ്ങളെ മാറ്റുകയും ചെയ്യും, വിഘ്നങ്ങളെ വീണ്ടും സൃഷ്ടിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇത് രണ്ടുമാരുടെ ജോലിയാണ്, ഗണപതിയുടെ ജോലി. ക്ലിയർ ആയോ? അല്ലേ? അപ്പൊ ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ വിഭാഗങ്ങൾ കൊടുത്തു. ഗണപതിക്ക് തടസ്സത്തിന്റെ വിഭാഗം, ലക്ഷ്മിക്ക് ഏതാ ഡിപ്പാർട്ട്മെന്റ്? പൈസയുടെ ഡിപ്പാർട്ട്മെന്റ്, സരസ്വതിക്ക് വിദ്യ. ഇങ്ങനെ ഓരോ അശ്വിനി കുമാരന്മാർക്ക് മരുന്ന്, വരുണന് വെള്ളം, ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തു. ഒരു ഡിപ്പാർട്ട്മെന്റ് ബാക്കി വന്നു. എന്താ ആ ഡിപ്പാർട്ട്മെന്റ്? കർമ്മം, ധർമ്മം. ഇത് ഒന്ന് ബാക്കി. കർമ്മം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുക. നമ്മളെല്ലാം കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ടാകും, പാപം ചെയ്യുന്നവരെ നരകത്തിൽ കൊണ്ടുപോയി എണ്ണച്ചട്ടിയിലിട്ട് പൊരിക്കും, തുന്നൽ മെഷീനിൽ വെച്ച് തയ്ക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സ് എന്ത് പറയും? അങ്ങനെ, അതൊക്കെ വെറുതെ ചുമ്മാ വെറുതെ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. മനുഷ്യരെ നല്ല മാർഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പേടിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അല്ല. നരകങ്ങൾ എന്നുള്ളത് സത്യമാണ്. ഭാഗവതത്തിൽ പറയുന്നു, പുരാണങ്ങളിൽ പറയുന്നു, അത്രയെന്താ, മറ്റു മതഗ്രന്ഥങ്ങളിലും പറയുന്നു, ബൈബിളിൽ പോലും ഹെല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. നരകങ്ങളെ കുറിച്ചുള്ള പരാമർശം ലോകത്തിലുള്ള എല്ലാ മതഗ്രന്ഥങ്ങളിലുമുണ്ട്. അത് സത്യമാണ്. അത് കുറെ കൂടെ ശരിയുമാണ്. എങ്ങനെയെന്ന് വെച്ചാല്, ഇവിടെ ഒരു കൊലപാതകം ചെയ്ത ആളെ സർക്കാർ തൂക്കിക്കൊല്ലുകയാണെന്ന് വെച്ചോളൂ. അയാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തു, അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, ഒരു കൊലപാതകം ചെയ്തവരെ.
18 കൊലപാതകം ചെയ്തവനെ 18 തവണ സർക്കാരിന് തൂക്കാൻ പറ്റുമോ, തൂക്കി കൊല്ലാൻ പറ്റുമോ? 18 കൊലപാതകം ചെയ്തവനും ഒരു ശിക്ഷയാണ്, ഒരു കൊലപാതകം ചെയ്തവനും ഒരു ശിക്ഷയാണ്. അപ്പൊ ഈ നിയമം സമമാണോ? ഈ ഒരു ജഡ്ജ്മെന്റ് ഈക്വൽ ആണോ, സമമാണോ? ഒരു കൊലപാതകം ചെയ്തവനെ ഒരു തവണ തൂക്കിക്കൊന്നു, 18 കൊലപാതകം ചെയ്തവനെയും ഒരു തവണ തൂക്കിക്കൊന്നു. അപ്പൊ ഈ ശിക്ഷ ശരിയാണോ? പക്ഷെ ശരിയാണോ? 100 രൂപ മോഷ്ടിച്ചവനെ 1 മാസം തടവിലിട്ടു, 1 ലക്ഷം രൂപ മോഷ്ടിച്ചവനെയും 1 മാസം തടവിലിട്ടു. അത് ശരിയാണോ? ശരിയല്ല. അപ്പോ ഒരു കൊലപാതകം ചെയ്തവനും അതാണ് ശിക്ഷ, 18 കൊലപാതകം ചെയ്തവനും അതാണ് ശിക്ഷ. അത് ശരിയാണോ? നമ്മളെ കൊണ്ട് പറ്റൂല. പക്ഷെ അത് ശരിയാണോ? അല്ല. യമന്റെ കോടതിയിൽ എന്താ പറ്റെന്ന് വെച്ചാല് 18 തവണ ഇവനെ തൂക്കും, 18 തവണ അവൻ വേദന അനുഭവിക്കും. മനസ്സിലായില്ലേ? ഗീതയനുസരിച്ച് നമുക്ക് 2 ശരീരമാണ്. എന്താണ് നമ്മുടെ 2 ശരീരം ഗീതയനുസരിച്ച്? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, 2 മരണം എന്ന് പറയുമ്പോൾ ഈ സ്ഥൂല ശരീരം നമുക്ക് നഷ്ടമാകും, ഇതിനെ വിട്ടിട്ട് അങ്ങ് പോകും. യമന്റെ കോടതിയിൽ കയറുമ്പോൾ നമുക്കൊരു 3ാമത്തെ ശരീരം തരും, യാതനാ ശരീരം, വേദന അനുഭവിക്കാനുള്ള ശരീരം. വിരലിനെ പിടിച്ച് ഒടിച്ചാൽ വിരൽ ഒടിയത്തില്ല, പക്ഷെ ഒടിഞ്ഞാൽ എന്ത് വേദന ഉണ്ടാകുമോ അത് നമ്മൾ അനുഭവിക്കും. ഇതാണ് കർമ്മത്തിന്റെ വിഭാഗം. അപ്പൊ ഭഗവാൻ ദേവഗണങ്ങളെടുത്ത് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും കർമ്മത്തിന്റെ വിഭാഗം ഏറ്റെടുക്കാൻ തയ്യാറാണോ? എല്ലാരും പറഞ്ഞു ഞങ്ങൾക്ക് ആ സേവ വേണം. വല്ല പൂമാല കെട്ടണതോ പാചകം ചെയ്യുന്നതോ പാട്ടുപാടുന്ന സേവയൊക്കെ മതി. ലക്ഷ്മി ദേവിക്ക് പണത്തിന്റെ വിഭാഗം സന്തോഷം, സരസ്വതിക്ക് വിദ്യ, അഗ്നിക്ക് തീയ്, വരുണന് വെള്ളം, ഇതൊക്കെ ഓക്കെ. ഈ ഒരു വിഭാഗം ഒരു ദേവനും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഏത് വിഭാഗം? കർമ്മത്തിന്റെ കൊള്ളും. ഈ വിഭാഗം ആരും ഏറ്റെടുക്കാൻ ഇത് നല്ലോണം നമുക്ക് മനസ്സിലാക്കണം. ദേവന്മാർ വേറെ, ഭഗവാൻ വേറെ. ആ വ്യത്യാസം മനസ്സിലായോ? പണ്ട് മുതലേ കേരളത്തിൽ നമുക്കൊരു സങ്കല്പമുണ്ട്. എന്താ വെച്ചാല് എല്ലാ ദൈവവും ഒന്നാണ് എന്നൊരു സങ്കല്പമുണ്ട്. പക്ഷേ ദേവന്മാർ വേറെ, ഭഗവാൻ വേറെ. ക്ലിയർ ആണോ? നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവുണ്ട്. പരമാത്മാവിനെ കൃഷ്ണ പരമാത്മാ എന്ന് പറയോ, സുബ്രഹ്മണ്യ പരമാത്മാ എന്ന് പറയോ? എന്ത് പരമാത്മാ എന്നാ പറയാ? ശ്രീകൃഷ്ണ പരമാത്മാനെ പറയത്തുള്ളൂ അല്ലേ? ഹൃദയത്തിൽ പരമാത്മാവായി സർവേശ്വരനായി ഓരോരുത്തരുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നതാരാ? കൃഷ്ണ ഭഗവാൻ. ദേവഗണങ്ങൾക്കും ഭഗവാനും തമ്മിൽ വ്യത്യാസമുണ്ട്. ആകാശാൽ പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആകാശത്തിൽ ഇരുന്ന് വീഴുന്ന വെള്ളം നദിയാകും, കുളമാകും, തടാകങ്ങളാകും, എന്തൊക്കെ രൂപമെടുത്താലും ഈ വെള്ളം അവസാനം എവിടെയാ പോയി ചേരുന്നത്? സാഗരം, കടലിൽ പോയി ചേരും. അതേപോലെ സർവദേവ നമസ്കാരം, നമ്മൾ ഏത് ദേവി ദേവനെ പൂജിച്ചാലും അവസാനം എവിടെ എത്തണം? കേശവം പ്രതിഗച്ഛതി. അതെവിടെ ചെന്നെത്തണം? ഭഗവാനിലേക്ക് ചെന്ന് എത്തണം. കാരണം ഭഗവാന് മാത്രമേ മോക്ഷം തരാനുള്ള കഴിവുള്ളൂ. ബാക്കി ലക്ഷ്മിയെ പൂജിച്ചാൽ എന്ത് കിട്ടും? പൈസ കിട്ടും. സരസ്വതിയെ പൂജിച്ചാൽ വിദ്യ കിട്ടും. മഹാദേവനെ പൂജിച്ചാൽ സുന്ദരിയായ പത്നി കിട്ടും, നല്ല ആരോഗ്യം കിട്ടും. ഇങ്ങനെ ഓരോരുത്തരെ പൂജിച്ച ഇല്ലേ? ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ പോയി വെള്ളത്തിന്റെ കണക്ഷൻ ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഓരോ ദേവഗണങ്ങളും ഓരോ വിഭാഗമാണ്. പക്ഷെ സർവേശ്വരനാരാ? ഭഗവാൻ കൃഷ്ണൻ, സച്ചിദാനന്ദ സ്വരൂപം. മനസ്സിലായോ? സംശയമുണ്ടോ?
മനസ്സിലായില്ല? ഒരനക്കമില്ല. മനസ്സിലായി? അങ്ങനെ ഓരോ വിഭാഗവും ദേവന്മാർക്കെല്ലാം ഏൽപ്പിച്ചപ്പോൾ ഈ ഒരു വിഭാഗം മാത്രം ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. ഏത് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല? കർമ്മത്തിന്റെ. അന്ന് ആ പൊതുയോഗത്തിന് താമസിച്ചു വന്ന ഒരാളാണ് ധർമ്മരാജൻ. ശാന്തന, ജീവിതകാലം മുഴുവനും ഒരാളെടുത്ത് പോലും വഴക്കുണ്ടാക്കാത്ത വ്യക്തിയാണ്. ആര്? ധർമ്മരാജ. അത്രയ്ക്കും ശാന്തനാണ്. നമ്മളെ പോലെ ഒരു മനുഷ്യരെടുത്തും വഴക്കുണ്ടാക്കിയിട്ടില്ല ജീവിതകാലം മുഴുവനും. അങ്ങനെയാണോ? അങ്ങനെയാണോ നമ്മള്? അല്ല, ദിവസവും വഴക്കുണ്ടാക്കും. ഇന്നത്തെ ദിവസം വീട്ടിൽ വഴക്കുണ്ടാക്കി ആരൊക്കെ ഉണ്ട് ഇവിടെ? എന്നും അതന്നെ കഥ. ഒരാളെ ഉള്ളൂ ഇന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കിയത്. 2, 3 ഓരോ കൈയായിട്ട് ഉയർന്നു വരുന്നുണ്ട്. നമുക്ക് ഒരു ദിവസം പോലും വഴക്കുണ്ടാക്കാതിരിക്കാൻ സാധിക്കില്ല. പക്ഷെ ജീവിതകാലം മുഴുവനും ആരോടും വഴക്കുണ്ടാക്കാതെ ശാന്തനായിരുന്ന ഒരു വ്യക്തിയാണ് ആര്? ധർമ്മരാജൻ. പക്ഷേ അന്നത്തെ മീറ്റിങ്ങിന് ആള് താമസിച്ചു വന്നു. ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഏൽപ്പിച്ച് കർമ്മത്തിന്റെ വിഭാഗം മാത്രം ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാതെ ഇരിക്കുന്ന ഒരു സമയം ഭഗവാൻ ചോദിച്ചു, ധർമ്മരാജ, ഒരു സേവനം ബാക്കിയുണ്ട്, ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഉടനെ ധർമ്മരാജൻ പറഞ്ഞു, അങ്ങ് എന്ത് സേവനം തന്നാലും ഞാൻ ചെയ്യാം. അപ്പൊ എന്ത് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു? കർമ്മത്തിന്റെ ഡിപ്പാർട്ട്മെന്റ്. മത്സ്യമാംസാദികൾ കഴിച്ചാൽ അന്തതാമിശ്രം തദൈവം ഗൗരവം കുംഭീപാകം എന്ന് പറയുന്ന നരകങ്ങളിലിട്ട് എണ്ണച്ചട്ടിയിലിട്ട് പൊരിക്കണം. എന്ത് കഴിച്ചാല്? മത്സ്യമാംസാദികൾ കഴിച്ചാൽ. പിന്നെ അമിതമായ പലിശ ഈടാക്കി ജനങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ സൂചിമുഖം എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു തുന്നൽ മെഷീനുണ്ട്, അതിലിട്ട് തച്ചെടുക്കും ഇങ്ങോട്ട്. ഇങ്ങനെ ഒരുപാട് പുരാണങ്ങൾ പറയുന്നു. നമ്മൾ വിചാരിക്കുക അങ്ങനെ ഒന്നുമില്ല, കാരണം പേടി അവിടെ പോയ എന്ത് സംഭവിക്കും. ഈ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചത്. ആരെ? ധർമ്മരാജൻ. ധർമ്മരാജൻ പറഞ്ഞു, കൃഷ്ണ, ഞാനിത് എങ്ങനെ ചെയ്യും? എന്നെ കൊണ്ട് ആൾക്കാരെ വേദനിപ്പിക്കാനും ഉപദ്രവിക്കാനും ഒന്നും പറ്റില്ല, കാരണം ആള് ലേറ്റായി വന്നു. അതുകൊണ്ട് എപ്പോഴും സത്സംഗത്തിന് എന്ത് ചെയ്യണം? നേരത്തെ കഥയുടെ പകുതിയിൽ വന്നാൽ ശരിയാവില്ല. പക്ഷെ ഇന്നും നിങ്ങളെല്ലാവരും നേരത്തെ വന്നു. ലേറ്റായി വന്നതാരാ? ഞാനാ ലേറ്റായി. അപ്പോ ധർമ്മരാജൻ അന്ന് താമസിച്ചു വന്നത് കൊണ്ട് കുടുങ്ങി. പറഞ്ഞു, എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല, ഞാൻ എങ്ങനെ ഈ ജനങ്ങളെ ഉപദ്രവിക്കും, എനിക്കൊണ്ട് ഇത് പറ്റില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, അങ്ങ് ഈ കർമ്മത്തിന്റെ വിഭാഗം ഏറ്റെടുക്കുക. ഇതിൽ ആരും വന്ന് തലയിടത്തില്ല. അങ്ങ് എടുക്കുന്ന തീരുമാനമാണ് അന്ത്യം. ഒരു മനുഷ്യർ ഇതിന്റെ ഇടയ്ക്ക് വന്ന് ആരും ഉപദ്രവിക്കില്ല, ഞാൻ പോലും വരില്ല. ആരാരടുത്ത് പറഞ്ഞു? ഭഗവാൻ ധർമ്മരാജന്റെ അടുത്ത് ഞാൻ പോലും ഇടപെടില്ല. പക്ഷെ ഒരു കാര്യം, ആരാണ്? നെറ്റിയിൽ ചന്ദനം, ഗോപീചന്ദനം, ഭഗവാന്റെ തൃപ്പാദങ്ങൾ വരച്ചിരിക്കുന്ന ആൾക്കാർ, കഴുത്തില് തുളസിമാല ഇട്ടിരിക്കുന്നവർ, പിന്നെ പന്തളത്ത് കുറച്ച് പേരുണ്ട് ജപിച്ച് ഉറങ്ങുന്നവർ. അവരെല്ലാം വിട്ടേക്കാണ്. ധർമ്മരാജന്റെ അടുത്ത് പറഞ്ഞു, നെറ്റിയിൽ ഭഗവാന്റെ പാദം വരച്ച ആൾക്കാർ, ഗോപീചന്ദന മുദ്രയുള്ളവർ, പിന്നെ കഴുത്തിൽ എന്താണ്? തുളസിമാല ധരിച്ചവർ, പിന്നെ നാവിൽ ഭഗവാന്റെ നാമം ജപിക്കുന്ന ആൾക്കാരെ വിട്ടേക്കാൻ പറഞ്ഞു. ബാക്കി എല്ലാ എണ്ണത്തിനെയും പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞു. ആരെടുത്ത്? ധർമ്മരാജൻ. എന്നിട്ട് ഭഗവാൻ വാക്ക് കൊടുത്തു ധർമ്മരാജന്, ഞാൻ പോലും നിന്റെ ഉത്തരവാദത്തിൽ ഇടപെടില്ല, സ്വതന്ത്രനായി ചെയ്യൂ. അങ്ങനെ ധർമ്മരാജൻ തന്റെ ജോലി ഏറ്റെടുക്കാൻ വേണ്ടി നരകത്തിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിനൊരു ഭയാനകമായ രൂപമുണ്ടായി. ആ രൂപമാണ് യമൻ.
ഒരാൾ തന്നെ രണ്ട് വ്യത്യസ്തമായ രൂപം. ഉപരിലോകങ്ങളിൽ സാധുവായ ഒരു രൂപം. എന്താണ് ആ രൂപം? ധർമ്മരാജ. കർമ്മം നിർവഹിക്കുമ്പോൾ ഒരു ഭയാനകമായ രൂപം. ഏതാണ്? യമൻ. കേരളത്തിൽ സർക്കാർ ജോലിക്കാരെ പോലെ. വീട്ടിൽ ഒരു കുഴപ്പമില്ല. ഓഫീസിൽ ചെന്ന് ചേട്ടാ ഫയല് നോക്കാം, പിന്നെ വാ. ഒരു രൂപവും ഭാവവും മാറൂലേ? മാറും. ഞാൻ വെറുതെ പറഞ്ഞാണ്, സീരിയസ് ആയിട്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ഭയാനകമായ രൂപമാണ് ധർമ്മരാജന്റെ എന്ത് രൂപം? യമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 2 അസിസ്റ്റന്റുമാരാണ്. കാലവും മൃത്യു, സമയവും മരണവും. അങ്ങനെ അദ്ദേഹം ആ ധർമ്മം എന്ന് പറയുന്ന, കർമ്മം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കാൻ തുടങ്ങി. കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് എന്താ സംഭവിച്ചത്? ഭൂമിയിൽ ഒരു രാജകുമാരി കുളിക്കാനായി കുളക്കടവിൽ ചെന്നു. തൻ്റെ ആഭരണങ്ങളെല്ലാം ഊരി പടിയിൽ വെച്ചിട്ട് രാജകുമാരി കുളിക്കാനായി പോയി. ഒരു കള്ളൻ വന്ന് ഈ ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ചു. ഓടാൻ തുടങ്ങി. കാവൽക്കാരന്മാർ പിടിക്കാനായി ഓടിച്ചു. ഈ കള്ളൻ ഓടി ഏതാനും പിടികൂടും എന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഈ ആഭരണമെല്ലാം അവിടെ നോക്കിയപ്പോൾ ഒരു ഋഷിവര്യൻ, ഒരു യോഗി ഇരുന്ന് തപസ്യ ചെയ്യുന്നു. അയാളുടെ കുടിലിനകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഈ കള്ളൻ അങ്ങ് ഓടി രക്ഷപ്പെട്ടു. കാവൽക്കാരന്മാർ വന്ന് പിടിച്ചു. ആരെ പിടിച്ചു? ഋഷിയെ പിടിച്ചു. രാജാവ് ചോദിച്ചു, ഇതെന്തൊരു മഹാപാപമാണ്? ഈ വേഷവും ധരിച്ചിട്ട് ഇങ്ങനത്തെ മോഷണമാണോ നടത്തുന്നത്? അല്ലേ? സാധാരണക്കാരിൽ ഒരു തെറ്റ് ചെയ്യുന്നതിലും ഒരു അധ്യാപകനോ ഒരു മന്ത്രിയോ ഒരു നേതാവോ തെറ്റ് ചെയ്യുന്നതിനും വ്യത്യാസമുണ്ട്. ആർക്കാണ് കൂടുതൽ ശിക്ഷ കിട്ടുക? ആർക്കാ കൂടുതൽ കിട്ടുക? ആ നേതാവിനും അധ്യാപകനും. കാരണം ഇവരെക്കാളും കൂടുതൽ കാര്യം അറിയാവുന്ന ഒരാളാണ്. ഋഷിയുടെ അടുത്ത് രാജാവ് ചോദിച്ചു, ഇതെന്ത് മഹാപാപമാണ്? അങ്ങ് ഋഷിയുടെ വേഷവും ഇട്ടിട്ട് മോഷണമാണോ നടത്തുന്നത്? ആ ഋഷി പറഞ്ഞു, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. ആ ഋഷിയുടെ പേര് മാണ്ഡവ്യ ഋഷി. പക്ഷെ അദ്ദേഹം പറഞ്ഞ ന്യായീകരണം രാജാവ് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഋഷിക്ക് ഇത് വിധിച്ചു. എന്താണ്? പണിഷ്മെന്റ് കൊടുത്തു. എന്താ പണിഷ്മെന്റ്? ഒരു നീളത്തിലുള്ള ഒരു ഇരുമ്പ് സൂചി അതിൽ കയറ്റി അദ്ദേഹത്തിനെ, ഋഷിയെ ഇരുത്തി. ആ സൂചി അദ്ദേഹത്തിന്റെ ദേഹത്ത് തുളച്ച് കയറി അദ്ദേഹം മരിച്ചു. ഋഷിയുടെ പേരെന്താ? മാണ്ഡവ്യൻ. ആ ഋഷി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു തെറ്റും ചെയ്തില്ല. നേരെ യമന്റെ അടുത്ത് ചെന്നിട്ട് ഋഷി അങ്ങോട്ട് തർക്കിക്കാൻ തുടങ്ങി. ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല, എനിക്ക് ഇത്രയും വലിയ ശിക്ഷ ഇതെന്താണ്? അപ്പൊ യമരാജൻ വിശദീകരിച്ചു, മാണ്ഡവ്യ, നീ കുഞ്ഞായിരുന്ന സമയത്ത് എന്താ ചെയ്യാ? ചിത്രശലഭങ്ങളെയും ഈ ഗ്രാസ് ഹോപ്പർ എന്ന് പറയും മലയാളത്തില്, ചാടി അത് ഈ ചിത്രശലഭം, ബട്ടർ, ഇതിനൊക്കെ ഈ കുഞ്ഞുങ്ങൾ ഇതൊക്കെ പിടിച്ച് കളിക്കും കണ്ടിട്ടില്ലേ? അല്ലേ? അവിടെ പോയി അതിന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതിന്റെ ചിറകെല്ലാം ഇവരെ കയ്യിലിരിക്കാൻ ചത്തുള്ളൂ. അതല്ലേ ചെയ്യുന്നില്ലേ? കുറച്ചൊരു 10 കൊല്ലം മുമ്പേ കേരളത്തില് ഈ കളറായിട്ട് 1 രൂപയ്ക്ക് കോഴിക്കുഞ്ഞ് വിറ്റ കഥ ഓർമ്മയുണ്ടാ? 1 രൂപയ്ക്ക്, അല്ലേ? വളരെ ചീപ്പായ കളിപ്പാട്ടം. നമ്മൾ 4-5 വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കും. 2 ദിവസം കഴിയുമ്പോൾ ആ കോഴിക്കുഞ്ഞിന്റെ കഥ തീരും, കൊല്ലും. ഇങ്ങനെ നമ്മളെല്ലാം കുട്ടിക്കാലത്തിൽ എത്ര ചിത്രശലഭം കൊന്നിട്ടുണ്ട്, എത്ര ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലേ? ഇല്ലേ? ചെയ്തിട്ടില്ലേ? ഇഷ്ടം പോലെ. ഇപ്പൊ പിന്നെ ആൾക്കാർ മറ്റേ വീട്ടിൽ ബാറ്റും വെച്ച് ഓട്ടിച്ചല്ലേ അടിക്കില്ല എല്ലാവരും. നമ്മളെല്ലാരും ഇത് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോ ധർമ്മരാജൻ പറഞ്ഞു, മാണ്ഡവ്യ, നീ കുഞ്ഞായിരുന്ന സമയത്ത് ഇതുപോലെ ചിത്രശലഭങ്ങളെയും പുൽച്ചാടി എല്ലാം കൊന്ന്, എന്നിട്ടും വിടൂല. എന്ത് ചെയ്യും? അതിൽ സൂചി നൂലും വെച്ച് എല്ലാം തച്ചെടുക്കും. ഇതൊക്കെ ഇന്ന് പിള്ളേർക്ക് മൊബൈൽ ഫോൺ വിട്ട് വേറെ ഒന്നും അറിയില്ല. പക്ഷെ നമ്മുടെ കുട്ടിക്കാലത്ത് എന്തെല്ലാം ചെയ്യും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ചേട്ടൻ കഴുതയുടെ വാലിൽ പടക്കം വെച്ച് വിട്ടത്.
കുട്ടിക്കാലത്ത് പല പരിപാടികളും നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോ ഇങ്ങനത്തെ പാപമാണ് മാണ്ഡവ്യ നീ ചെയ്തത് നിന്റെ കുട്ടിക്കാലത്തിൽ. അതുകൊണ്ട് ആ ജീവികളെ സൂചി കൊണ്ട് തച്ചത് കൊണ്ട് നിനക്കൊരു സൂചിപ്പുറത്ത് കയറി മരണം ഉണ്ടായി. മാണ്ഡവ്യൻ പറഞ്ഞു, ഈ ന്യായീകരണം ഞാൻ സമ്മതിക്കില്ല. അറിയാതെ പ്രായത്തിൽ ചെയ്തതിന് ഇത്രയും വലിയ ശിക്ഷയോ? ഞാൻ അന്ന് അറിഞ്ഞിട്ടില്ല, എനിക്കതിന് ജ്ഞാനമില്ല. അറിയാപ്രായത്തിൽ ചെയ്ത ഒരു കാര്യം, ഇതിന് ഇത്രയും വലിയ ശിക്ഷ ഞാൻ സമ്മതിക്കില്ല എന്ന് മാണ്ഡവ്യൻ പറഞ്ഞു. ഉടനെ യമരാജൻ പറഞ്ഞു, 5 വയസ്സ് കുട്ടി പോയി തീയിൽ വിരൽ വെച്ചാലും കൊള്ളും, 50 വയസ്സ് ആള് ചെന്ന് തീയിൽ വിരൽ വെച്ചാലും കൊള്ളും. തീ വിചാരിക്കത്തില്ല 5 വയസ്സാണെന്ന്. കർമ്മം അതിന്റെ ജോലി ചെയ്യും. മാണ്ഡവ്യൻ പറഞ്ഞു, ഈ ന്യായീകരണങ്ങൾ ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല. നിങ്ങളും ഭൂമിയിൽ ചെന്ന് മനുഷ്യനായി ജനിച്ച് കഷ്ടപ്പെട്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ധർമ്മരാജനെ മാണ്ഡവ്യൻ ശപിച്ചു, ഭൂമിയിൽ ചെന്ന് ഒരു മനുഷ്യനായി ജനിക്കാൻ. ആരാണത്? ആരാ? വിദുരരായി ജനിച്ചു. വിദുരർ കൃഷ്ണന്റെ അടുത്ത് പോയി, ഭഗവാനെ എൻ്റെ അടുത്ത് പറഞ്ഞു, കർമ്മത്തിന്റെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റും എന്റേതാണ്. എനിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ആൾക്കാരെ ശിക്ഷിക്കാം. അങ്ങ് പറഞ്ഞതനുസരിച്ച്, ബുക്ക് അനുസരിച്ച് ഞാൻ കൃത്യം ചെയ്തു. ഞാൻ ഒരു കുഴപ്പവും കാണിച്ചിട്ടില്ല. ബുക്കിൽ എന്തൊക്കെ പണിഷ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചേ ഞാൻ കൊടുത്തുള്ളൂ. ഇപ്പൊ അവസാനം എനിക്ക് ശാപം കിട്ടി. ഈ ജോലി കറക്റ്റ് ചെയ്തല്ലേ? എത്ര പേർക്കാണ് ഇവിടെ ഉള്ളവർക്ക് അനുഭവമുള്ളത്? ഒരു തെറ്റും ചെയ്യാതെ പഴിച്ചൊല്ല് കേട്ടവർ എത്ര പേരുണ്ട് ജീവിതത്തില്? തെറ്റ് ചെയ്യാതെ പഴിച്ചൊല്ല് കേട്ട ഒരാളേ ഉള്ളൂ. ഇല്ലേ? നമ്മൾ ഒരു തെറ്റും അറിഞ്ഞു ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വിദുരർ ചോദിച്ചു, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ കാര്യം ചെയ്തു, അവസാനം എനിക്ക് എന്താ കിട്ടിയത്? ശാപം കിട്ടി. ഈ ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് കറക്റ്റ് പറഞ്ഞു തരും. ധർമ്മം അനുസരിച്ചാ ഞാൻ എല്ലാം ചെയ്തത്. എന്റെ പേര് തന്നെ ധർമ്മരാജൻ എന്നാണ്, പക്ഷെ എന്താണ് ധർമ്മം എന്ന് എനിക്ക് മനസ്സിലായില്ല. ബുക്ക് അനുസരിച്ച് ഞാൻ എല്ലാം കൃത്യം ചെയ്തു, അവസാനം എനിക്കൊരു ശാപം കിട്ടി. ഞാൻ ആരായി ജനിക്കേണ്ടി വന്നു? വിദുരനായി ജനിക്കേണ്ടി വന്നു. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് പറഞ്ഞു തരുക. അപ്പൊ വിദുരന്റെ കൂടെ അർജുനനും കൂടി. എനിക്കും ഉണ്ട് ഇതേ സംശയം. എനിക്കും സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ഭഗവാൻ ചോദിച്ചു, അർജുനൻ നിനക്കെന്താ കൺഫ്യൂഷൻ? എനിക്കുണ്ട് കൺഫ്യൂഷൻ. എന്താണ്? ധൃതരാഷ്ട്ര മഹാരാജാവ് ഭൂമിയെ രണ്ടായി, അദ്ദേഹത്തിന്റെ രാജ്യത്തിനെ രണ്ടായി വീതിച്ചു. ബോറടിക്കുന്ന, ഉറക്കം വരുന്ന? ധൃതരാഷ്ട്രൻ ഭൂമിയെ രണ്ടായി വീതിച്ചു. തന്റെ മക്കളായ കൗരവർക്ക് ഹസ്തിനാപുരം കൊടുത്തു. പാണ്ഡുവിന്റെ മക്കളായ പാണ്ഡവർക്ക് കാണ്ഡവപ്രസ്ഥം കൊടുത്തു. കാണ്ഡവപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഒരു ശ്മശാനമാണ്. ഇഴജന്തുക്കളും വിഷജന്തുക്കളും പല്ലിയും പാമ്പും തേളും ഒരു മനുഷ്യനകത്ത് കടക്കാത്ത ഒരു ഭൂമിയാണത്. ഏത് ഭൂമി? കാണ്ഡവപ്രസ്ഥം. അത് പാണ്ഡവർക്ക് കൊടുത്തു. നല്ല സ്വർണം പോലത്തെ മണ്ണ് ഏതാണ്? ഹസ്തിനാപുരം. ഹസ്തിനാപുരം ആർക്ക് കൊടുത്തു? തന്റെ മക്കൾക്ക് കൊടുത്തു. നല്ല അച്ഛൻ ഈക്വലായി ഡിവൈഡ് ചെയ്ത് കൊടുത്തു. നല്ല സ്ഥലമെല്ലാം മക്കൾക്ക് കൊടുത്തു, കാട് മുഴുവനും പാണ്ഡവർക്ക് കൊടുത്തു. അർജുനൻ പറഞ്ഞു, എനിക്ക് വേണ്ട. ഇപ്പൊ ചിലപ്പോൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛൻ നല്ല റോഡ് സൈഡുള്ള നല്ല ഒരാൾക്ക്, ഒരു മകന് റോഡില്ലാതെ വല്ല കുന്നിന്റെ ചരിവിലുള്ള ആർക്കും വേണ്ടാത്ത ഭൂമി ഇനിയൊരു മകനും കൊടുത്താൽ ആ മകൻ ഇഷ്ടപ്പെടുവോ? തുല്യമായി കൊടുക്കണം അല്ലേ? അപ്പൊ പാണ്ഡവരിൽ അർജുനൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട ശ്മശാനം, അതും കൂടെ അദ്ദേഹം തന്നെ വെച്ചോട്ടെ, നമുക്ക് വേണ്ട. ഭഗവാൻ പറഞ്ഞു, എന്തിനാ അർജുന നീ ഇങ്ങനെ നിരുത്സാഹപ്പെടുന്നത്? നമുക്ക് ചെന്ന് നോക്കാം, എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞ് പാണ്ഡവരെ വലിച്ചു കൊണ്ടുപോയി ഭഗവാൻ. എങ്ങോട്ട് കൊണ്ടുപോയി? കാണ്ഡവപ്രസ്ഥത്തിൽ കൊണ്ടുപോയി. അതൊരു വലിയ കഥയാണ്. അതിനെ മുഴുവനും കത്തിച്ചു, എന്തൊക്കെയോ സംഭവിച്ചു. അതൊരു വലിയ കഥ. അവസാനം 3 ഗിഫ്റ്റ് കിട്ടി അർജുനന്. 1 രഥം. ആ രഥം കൊണ്ടുപോയാൽ ഒരിക്കലും ഒരു യുദ്ധത്തിലും തോൽക്കില്ല. അങ്ങനത്തെ ഒരു രഥം, അഗ്നിദേവന്റെ രഥം. രണ്ടാമത്തത് അർജുനൻ എന്താ കിട്ടിയത്? ഗാണ്ഡീവം. ഒരിക്കലും ലക്ഷ്യം തെറ്റില്ല, ആവനാഴിയിൽ അമ്പ് കുറയത്തില്ല. അങ്ങനത്തെ ഒരു വില്ലും അമ്പും
അത് കിട്ടി അർജുനൻ. മൂന്നാമത്തത് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഒരു കൊട്ടാരം. ചുമരിനെ കണ്ടാൽ തിരശീലകൾ പോലെ ഇരിക്കും, തിരശീലയെ കണ്ടാൽ ചുമര് പോലെ ഇരിക്കും, നിലത്തിനെ കണ്ടാൽ വെള്ളം പോലെ ഇരിക്കും, വെള്ളത്തിനെ കണ്ടാൽ നിലം പോലെ. ഒരു മായാജാല കൊട്ടാരം. എന്താ പേര് കൊട്ടാരത്തിന്റെ? ഇന്ദ്രപ്രസ്ഥം. ഇപ്പൊ കൃഷ്ണ ഭഗവാൻ ചോദിച്ച അർജുന തൃപ്തിയായാലും സന്തോഷമായി. ആദ്യം അർജുനൻ എന്താ പറഞ്ഞത്? വേണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും തടസ്സങ്ങളുണ്ടാകും. ഈ തടസ്സങ്ങളെല്ലാം നമ്മളെ നിരുത്സാഹപ്പെടുത്താനും തോൽപ്പിക്കാനും വേണ്ടി ഉള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സം നമ്മളെ അടുത്ത പടിയിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തടസ്സങ്ങൾ കണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഹലോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പേര് അവന്തിക, 2ാം ക്ലാസ്സിൽ പഠിക്കും. ഈ അവന്തിക ശരിക്കും പഠിച്ചോ ഇല്ലെന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ദിവസം സ്കൂളിൽ പോയി ഉറങ്ങി എണീറ്റ് വരുന്ന ഇല്ല പഠിച്ചോ എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും? ഒരു പരീക്ഷ വരുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ ആ കുട്ടിയുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷ അതിനെ തോൽപ്പിക്കാനോ അതിനെ 3ാം ക്ലാസ്സിലേക്ക് ഉയർത്താനോ എന്തിനു വേണ്ടിയുള്ളതാണ്? 3ലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും പരീക്ഷണങ്ങളും തടസ്സവും വരുന്നത് നമ്മളെ തോൽപ്പിക്കാനോ നിരുത്സാഹപ്പെടുത്താനോ അല്ല. എന്തിനു വേണ്ടിയുള്ളതാണ്? നമ്മളെ അടുത്ത ഒരു പടിയിലേക്ക് ഉയർത്താൻ. ഇപ്പോ അർജുനൻ പറഞ്ഞതുപോലെ വേണ്ട എന്ന് പോയിരുന്നെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കിട്ടുമോ? അല്ലേ? 3 സാധനം കിട്ടി. എന്തൊക്കെയാ കിട്ടിയത്? രഥം, ഗാണ്ഡീപം, ഇന്ദ്രപ്രസ്ഥം. അത് കിട്ടി. ഗാണ്ഡീപം കിട്ടിയ ഉടനെ അർജുനൻ അങ്ങ് തൂക്കി പിടിച്ചു ആകാശത്തിൽ. ഇപ്പൊ എന്റെ കയ്യിൽ ഗാണ്ഡീപം, ഗാണ്ഡീപധാരിയാണ് ഞാൻ. ഭൂമിയിൽ എന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. മഹാദേവനോ യമനോ യുദ്ധത്തിന് വന്നാലും ഞാൻ ജയിക്കും എന്ന് വളരെ അഹങ്കാരത്തോട് അട്ടഹസിച്ചു. കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, അർജുന, നിനക്ക് എന്താ ഇത്ര അഹങ്കാരം? മറ്റുള്ളവർക്ക് ഇല്ലാത്തത് നിനക്ക് കിട്ടിയാൽ അതുകൊണ്ട് നീ അഹങ്കരിക്കുകയല്ല ചെയ്യേണ്ടത്, അത് മറ്റുള്ളവരുടെ സേവയിൽ ഉപയോഗിക്കണം. ചിലർക്ക് നല്ല പാടാൻ കഴിവുണ്ട്, ചിലർക്ക് പാചകം ചെയ്യാനുള്ള കഴിവുണ്ട്, ചിലർക്ക് മാനേജ്മെന്റും, ചിലർക്ക് ധനം സമ്പാദിക്കാനുള്ള കഴിവുണ്ട്. മറ്റുള്ള ഒരുത്തന് ആ കഴിവില്ല, പക്ഷെ എനിക്ക് ആ കഴിവുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ കഴിവിനെ മറ്റുള്ളവരുടെ സഹായത്തിനായി ഉപയോഗിക്കണം, അല്ലാതെ അഹങ്കരിക്കുകയല്ല. എന്തിനാ അർജുന നിനക്ക് ഇത്ര അഹങ്കാരം? ഗാണ്ഡീപം കിട്ടിയതിന്റെ അഹങ്കാരം. ഇനി ഈ ഗാണ്ഡീപം നീ ആരുടെ മീതെയും ഉപയോഗിക്കാൻ പാടില്ല. അർജുനൻ പറഞ്ഞു ശരി, സോറി എന്ന് പറഞ്ഞ് എന്നെ മടക്കി വെച്ചു. കുറച്ചു വർഷം കഴിഞ്ഞപ്പോൾ ഭഗവാൻ യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം വന്നപ്പോൾ അർജുനൻ പറഞ്ഞു, ഈ യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കില്ല. എന്റെ സഹോദരന്മാരും ഗുരുവര്യന്മാരും മാമന്മാരും ബന്ധുക്കളും മിത്രങ്ങളാണ് എന്റെ മുന്നിൽ ഉള്ളത്, ഞാൻ യുദ്ധം ചെയ്യില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അർജുന, ഈ ഗാണ്ഡീപത്തിന് നോക്കാനാ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഗാണ്ഡീപം നിനക്ക് തന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ശത്രുക്കളെ നിഗ്രഹിക്കുക, യുദ്ധം ചെയ്യുക എന്ന്. പണ്ട് ഭഗവാൻ എന്താ പറഞ്ഞത് അർജുനന്റെ അടുത്ത്? ഗാണ്ഡീപം ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ പറയുന്നത്? ഗാണ്ഡീപം ഉപയോഗിക്കാൻ. അർജുനൻ പറഞ്ഞു എന്താ ചെയ്യും? മാറ്റി മാറ്റി പറയും. ഏതെങ്കിലും ഒരു കാര്യം പറയണം. ഗീതയിലും അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഒരു അധ്യായത്തിൽ നോക്കിയാൽ ഭഗവാൻ പറയുന്നു, നിങ്ങൾ ദേവന്മാരെ പൂജിക്കുക, ഞാൻ തന്നെയാണ് ദേവന്മാരിൽ കൂടെ നിങ്ങൾക്ക് എല്ലാം തരുന്നത്. ഇനിയൊരു അധ്യായത്തിൽ പറയുന്നു, ബുദ്ധി കുറഞ്ഞവരാണ് ദേവന്മാരെ പൂജിക്കുന്നവർ, ബുദ്ധി ഉള്ളവർ എന്നെ പൂജിക്കുന്നു. ഇപ്പൊ ദേവന്മാരെ പൂജിക്കണോ വേണ്ടേ? ഒരേ കൺഫ്യൂഷൻ. ഇനിയൊരു സ്ഥലത്ത് ഗീതയിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നു, വേദാന്തകൃത് വേദവിത്ത് ഏവച്ചാഹം, വേദം രചിച്ചത് ഞാനാണ്, വേദത്തിന്റെ ഉദ്ദേശം ഞാനാണ്, വേദത്തിന്റെ ഫലം ഞാനാണ്. ഇനിയൊരു സ്ഥലത്ത് പറയുന്നു, വേദങ്ങൾ വായിക്കേണ്ട, അത് നിങ്ങളുടെ മനസ്സിനെ കബളിപ്പിക്കുന്നു. യം യമം പുഷ്പിതം വാചം, വേദങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മനസ്സിനെ പഠിക്കണം വേണ്ടേ? അർജുനൻ ചോദിച്ചു, കൃഷ്ണ മാറ്റി മാറ്റി പറഞ്ഞ് എന്നെ കൺഫ്യൂസ് ആക്കണം. കേരളത്തിലുള്ള മന്ത്രിമാരെ പോലെ കറക്റ്റ് ഞാൻ ചെയ്യണോ വേണ്ടേ? ഗാണ്ഡീപം ഉപയോഗിക്കണോ വേണ്ടേ?
അപ്പൊ വിദുരർക്കും കൺഫ്യൂഷൻ ഉണ്ടായി. വിദുരരുടെ ചോദ്യം എന്താണ്? ഭഗവാന്റെ അടുത്ത് വിദുരർ ചോദിച്ച ചോദ്യം എന്താണ്? എന്താണ് ധർമ്മം, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ല? അതേ ചോദ്യം അർജുനനും ഉണ്ടായി. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? അപ്പൊ ധർമ്മം എന്താണ്? ഈ സംഭാഷണം നടക്കുമ്പോൾ ഇതേ സംശയം യുധിഷ്ഠിരനും ഉണ്ടായി. എന്താണ്? കാരണം യുധിഷ്ഠിരൻ ജീവിതം മുഴുവനും ഒരു കള്ളം പോലും പറഞ്ഞിട്ടില്ല. പന്തളത്തെ ആൾക്കാരെ പോലെ മുഴുവൻ ജീവിതത്തിലും ഒരു കള്ളവും പറയാത്ത ഒരാളാണ് ആര്? യുധിഷ്ഠിരൻ. അത് കാരണം യുധിഷ്ഠിരന്റെ രഥം ഭൂമിയിലിരുന്ന് 6 ഇഞ്ച് 6 അങ്കുലം ഉയർന്നേ പറക്കത്തുള്ളൂ, ഭൂമിയെ സ്പർശിക്കത്തില്ല. ആരുടെ രഥം? ഇത് കള്ളം പറയാത്തത് കൊണ്ട് രഥത്തിന്റെ മീതെ, ഭൂമിയുടെ മീതെ യാത്ര ചെയ്യും. ഭൂമിയെ ഇന്ന് വരെ തൊട്ടിട്ടില്ല, സ്പർശിച്ചിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഭഗവാൻ യുധിഷ്ഠിരനെ വിളിച്ച് ഒരു കള്ളം പറയാൻ പറഞ്ഞത്. എന്ത് കള്ളം? അശ്വത്ഥാമ മരിച്ചുപോയി എന്നൊരു കള്ളം പറയാൻ പറഞ്ഞു. യുധിഷ്ഠിരൻ ഒന്ന് ഇത് ചിന്തിച്ചു. ഞാൻ ജീവിതം മുഴുവൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല, അപ്പൊ ഞാൻ എങ്ങനെ കള്ളം പറയും? അപ്പൊ വലിയൊരു ആശങ്കയുണ്ടായി യുധിഷ്ഠിരന്. പക്ഷെ പറയുന്ന ആളാരാണ്? ഭഗവാൻ ഇല്ലേ? ഗുരുവായൂരിൽ നിങ്ങൾ ചെന്നാൽ നടയിൽ കാണാൻ പറ്റും, സത്യം പരം ധീമഹി. കൃഷ്ണനെ പരമസത്യം എന്നാ പറയുന്നത്. ആ പരമസത്യമാണ് ഇവിടെ എന്ത് പറയാൻ പറയുന്നത്? അല്ലേ? അത് നമ്മളെ വീട്ടിൽ സംഭവിക്കാറുണ്ട്. ഈ കുഞ്ഞു സ്കൂളിൽ പോകും, 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ സ്കൂൾ ബുക്കിൽ എന്താ പഠിക്കുന്നത്? കള്ളമേ പറയാൻ പാടില്ല. കുഞ്ഞുങ്ങൾ കള്ളം പറയാൻ പാടില്ല, ജീവിതത്തിൽ കള്ളം പറയും. വീട്ടിൽ വന്നോടനെ അച്ഛൻ പറയും, വാതിലും കൂട്ടിയിട്ട്, അത് അയാൾ വന്നിട്ടുണ്ട്, ഞാൻ വീട്ടിൽ ഇല്ലെന്ന് പോയി പറഞ്ഞു. കുട്ടിയെടുത്ത് കള്ളം പറയുന്നത് എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണ് അല്ലേ? സ്കൂളിൽ കുട്ടി പഠിച്ചിട്ട് വന്നത് കള്ളം പറയാൻ പാടില്ലെന്ന്, വീട്ടിൽ വന്നോടനെ സംഭവിച്ചെന്താ? അച്ഛൻ വീട്ടിനകത്ത് ഇരുന്ന് ഞാൻ ഇല്ലെന്ന് പറഞ്ഞേക്കും, ഒരാഴ്ച കഴിഞ്ഞ് വരെ പറയും. ആ കുട്ടി ചെന്ന് അതുപോലെ പറയും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ യുധിഷ്ഠിരനും സംഭവിച്ചത്. ജീവിതം മുഴുവനും കള്ളം പറയാത്തത് കൊണ്ട് രഥം ഭൂമിയെ സ്പർശിക്കുന്നില്ല. പക്ഷെ അന്ന് യുദ്ധഭൂമിയിൽ വെച്ച് കൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനെ പറയാൻ പറഞ്ഞു. എന്ത് കള്ളമാ പറയാൻ പറഞ്ഞത്? അശ്വത്ഥാമാവ് മരിച്ചുപോയി. അപ്പൊ ഒന്ന് ഇത് ചെയ്തു, യുധിഷ്ഠിരൻ പറഞ്ഞില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശരി പോട്ടെ, യുധിഷ്ഠിരന് പറയാൻ മനസ്സില്ല. ശരി, ഭീമ ആ ഒരു ആനയുണ്ടായി, ആ ആനയെ കൊന്നി. ആനയുടെ പേരും അശ്വത്ഥാമാവ്. കൊന്നേ. അപ്പൊ ഭീമൻ ചെന്ന ആനയെ ഇത് ചെയ്തു. ഇപ്പോൾ പറയാൻ പറഞ്ഞു. അശ്വത്ഥാമ മരിച്ചുപോയി, ഇപ്പൊ പറയാൻ. എന്നിട്ടും യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? അശ്വത്ഥാമ എന്ന ആന ചത്തുപോയി. അശ്വത്ഥാമ ചത്തുപോയി എന്ന് ഉറക്കെ പറഞ്ഞു. പക്ഷെ പതുക്കെ എന്ത് പറഞ്ഞു? ആന. പക്ഷെ എന്ത് സംഭവിച്ചു? അന്ന് വരെ ഭൂമിയെ സ്പർശിക്കാത്ത രഥം താന്നുപോയി, പിന്നെ പൊങ്ങിയിട്ടില്ല. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണ്? യുധിഷ്ഠിരൻ ചെയ്തത് ശരിയാണോ തെറ്റാണ്? യുധിഷ്ഠിരൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ഭഗവാൻ കള്ളം പറയാൻ പറഞ്ഞു, യുധിഷ്ഠിരൻ പറയാൻ മടിച്ചു. അത് ശരിയാണോ തെറ്റാണോ? കൃഷ്ണ ഭഗവാൻ പറഞ്ഞത് കൊണ്ട് ആ കള്ളവും സത്യമാകും. ഭഗവാൻ പറഞ്ഞത് കൊണ്ട് നമ്മൾ ചെയ്യണം. മനസ്സിലായില്ലേ? കാരണം വേദങ്ങളിൽ കള്ളം പറയാൻ പാടില്ലെന്ന് പറഞ്ഞതും ഭഗവാൻ തന്നെയാണ്. പക്ഷെ ആ സമയത്ത് കള്ളം പറയാൻ പറഞ്ഞത് ആരാണ്? ഇല്ല, ഇപ്പോ ഉദാഹരണത്തിന് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത്, നമ്മൾ ആരെയും കൊന്നുകൂടാ. കൊല ചെയ്യുന്നത് ഒരു മഹാപാപമാണ്. സർക്കാർ നമ്മളെ അറസ്റ്റ് ചെയ്യും, ബന്ധിക്കും, കൊണ്ടുപോയി തടവിലിടും. ശരിയല്ലേ? എന്നാൽ നമ്മൾ ആർമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അതേ സർക്കാർ പറയും, അപ്പുറത്ത് പോയി പട്ടാളക്കാരന് 10 പേരെ വെടിവെച്ചിട്ട് വരാൻ. അന്ന് വെടിവെക്കുമ്പോൾ നമുക്ക് മെഡലൊക്കെ കിട്ടും, അവാർഡ് കിട്ടും, ഇല്ലേ? ഒരു സർക്കാർ ഇവിടെ കൊലപാതകം ചെയ്യണ്ടെന്ന് പറയുന്നു, അതേ സർക്കാർ നമ്മളെ ആർമിയിൽ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നത്?
കൊലപാതകം. അവിടെ ചെന്നിട്ട് ആർമിയിൽ ചെന്നിരുന്നിട്ട്, അല്ല ഞാൻ 3ാം ക്ലാസ് പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് കൊലപാതകം ചെയ്യുന്നത് ഒരു പാപമാണ്, ഞാൻ യുദ്ധം ചെയ്യില്ല കൊല്ലൂല എന്ന് പറഞ്ഞ എന്താ വീട്ടിൽ പറഞ്ഞു അല്ലേ? അപ്പൊ സർക്കാർ ഒരു സ്ഥലത്ത് പറയുമ്പോൾ ആ സ്ഥലത്ത് അത് സത്യമാണ്, അതേ സർക്കാർ മാറ്റി പറയുമ്പോൾ അവിടെ അത് സത്യമാണ്. അപ്പൊ ധർമ്മം എന്താണ്? ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാൻ എന്ത് കൽപ്പിക്കുന്നുവോ അത് ധർമ്മം. മനസ്സിലായില്ലേ? യുധിഷ്ഠിരൻ നേരത്തെ കള്ളം പറഞ്ഞില്ല, അത് ശരിയാണ്, ധർമ്മമാണ്. പക്ഷെ അന്ന് കള്ളം പറയാൻ പറഞ്ഞത് ആരാ? ഭഗവാൻ. അപ്പൊ പറയണോ വേണ്ടേ? കള്ളം പറയണമായി. കാരണം പറയാൻ പറഞ്ഞതാരാ? ഭഗവാൻ. അത് ധർമ്മമാണ്. അപ്പോ ഭാഗവതം പറഞ്ഞ് അവസാനിക്കുന്നത് കലികാലത്തിൽ ഏറ്റവും ഉയർന്ന ധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമം ചൊല്ലുക. കലിയുഗ ധർമ്മം. ബാക്കി ഒരുപാട് ധർമ്മങ്ങളുണ്ട് നമുക്ക്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം, ജോലിക്ക് പോകണം, കുടുംബം നോക്കണം, ആരോഗ്യം നോക്കണം, പരസഹായം ചെയ്യണം, ദാനധർമ്മം എല്ലാം ഉണ്ടെങ്കിൽ ഇതൊക്കെ ധർമ്മം തന്നെയാണ്. പരമമായ ധർമ്മം കലിയുഗത്തിൽ എന്താണ്? നാമസങ്കീർത്തനം. അതുകൊണ്ടാണ് ഭാഗവതം പറഞ്ഞ് അവസാനിക്കുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനോ തം നമാമി ഹരിം പരം. കലികാലത്തിൽ ഏറ്റവും ഉയർന്ന ധർമ്മം. ഇപ്പൊ ചിലർ പറയാം, ഞാനൊരു ജീവിതത്തിൽ കള്ളന്നേ പറഞ്ഞിട്ടില്ല, ആരെയും ഞാൻ ജീവിതത്തിൽ ഉപദ്രവിച്ചിട്ടുമില്ല, ഞാൻ എന്റെ ജോലിയുണ്ട്, എന്റെ കാര്യം, ഞാൻ സത്യവാനായി ജീവിച്ച ഒരാളാണ് എന്നൊരാൾ പറയാം. പക്ഷെ അയാൾ പരമധർമ്മം ചെയ്തിട്ടുണ്ടോ? പരമധർമ്മം എന്താണ്? കലിയുഗത്തിൽ പരമധർമ്മം എന്താണ്? നാമജപം. അത് ചെയ്യാത്തിടത്തോളം കാലം നല്ലവനായി ഇരുന്നിട്ടും പ്രയോജനമില്ല. മനസ്സിലായോ? ഇല്ലേ? ആ പരമമായ ധർമ്മം ചെയ്യാതെ ഇരുന്നിട്ട് ബാക്കി എത്ര നല്ലവനായിരുന്നാലും ശരി. അതിനാണ് ഭാഗവതം ഒരു നല്ല കഥ ഉദാഹരണം പറയുന്നത്. ഒരു രാജാവിന്റെ കഥ, നൃഗമഹാരാജാവ്. സുന്ദരമായ കഥ. അദ്ദേഹം ഗോദാനം ചെയ്ത് പശുവിനെ ദാനം കൊടുത്തു ഒരാൾക്ക്. ഈ പശു സന്ധ്യ ആയപ്പോ വീട്ടിൽ വന്ന് വീണ്ടും തൊഴുത്തിൽ കയറിയിരുന്നു. രാജാവ് അറിഞ്ഞില്ല. അടുത്ത ദിവസം വേറെ ഒരു ബ്രാഹ്മണൻ ദാനം ചോദിച്ചിട്ട് വന്നു. ഇതേ പശുവിനെ പിടിച്ച് അയാൾക്ക് ദാനം കൊടുത്തു. രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്ക് അതേ പശു തന്നെ വേണം. രാജാവ് പറഞ്ഞു ഒരു പശുവിനെ എങ്ങനെ 2 പേർക്ക് കൊടുക്കാൻ പറ്റില്ല, ഞാൻ വേണമെങ്കിൽ 10 പശു തരാം. രണ്ടുപേരും പറഞ്ഞു നമുക്ക് കിട്ടിയത് തന്നെ വേണം. രാജാവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവസാനം 2 ബ്രാഹ്മണരും കൂടെ രാജാവിനെ ശപിച്ചു ഓന്തായി പോയി. രാജാവ് ചെയ്തത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ? പശു ഗോദാനം നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ? തിരിച്ചു കിട്ടിയത് എന്താ? ശാപം. ഇവിടെ കൂടിയിരിക്കുന്നതിൽ എത്ര പേരാണ് ജീവിതത്തിൽ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ട്, പിന്നെ ചെന്ന് ആ പൈസ തിരിച്ചു ചോദിച്ചാൽ അയാൾ മിണ്ടത്തില്ല, നമ്മളെടുത്ത് പിണങ്ങി. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് എത്ര പേർക്കുണ്ട്? എല്ലാവർക്കും. നമ്മൾ നല്ലത് ചെയ്തു, തിരിച്ചു കിട്ടിയത് എന്താ? ദോഷം. അല്ലേ? കലികാലം അങ്ങനെയാണ്. എത്ര നല്ലവനാണെങ്കിലും ശരി, പരമധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കർമ്മത്തിന്റെ പിടിയില. പരമധർമ്മം എന്താണ്? നാമജപം. ഈ നളദമയന്തി കഥ കേട്ടിട്ടില്ല? എല്ലാവർക്കും അറിയാം അല്ലെ? സ്കൂളിൽ പഠിക്കാനുണ്ട്, ഭാഗവതത്തിലുണ്ട്, പുരാണങ്ങളിലുണ്ട്. നളദമ. ആ നളനെ പിശാച് പിടിച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോ ഭക്ഷണം കഴിച്ചിട്ട് കാല് കഴുകിയപ്പോ കാലിന്റെ ബാക്ക് സൈഡ് നേരെ കഴുകിയില്ല. ഈ ഉപ്പൂറ്റി സ്ഥലമില്ലേ, അത് മുഴുവനും കഴുകിയില്ല. പിശാച് പിടിച്ചത്. അവൻ നമ്മളാൾക്കാരൊക്കെ തിന്ന് കൈ പോലും കഴുകാറില്ല, ഇല്ലേ? കൈയൊക്കെ കഴുകി, വായെല്ലാം കഴുകി, കാല് കഴുകിയപ്പോ അല്പം നനഞ്ഞില്ല. അതുകൊണ്ട് അയാളെ പിശാച് പിടിച്ചത്. അതൊക്കെ കലികാലത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? എത്ര നല്ലവനാണെങ്കിലും ശരി, കലിയുഗ ധർമ്മം അവൻ ചെയ്തില്ലെങ്കിൽ മായയുടെ പിടിയിൽ കൂടും. എന്നാൽ മഹാപാപി ആയിക്കോട്ടെ, പരമധർമ്മം ചെയ്താൽ അവൻ ക്രമേണ ഉയർന്നു വരും. കുറെ ഉദാഹരണങ്ങളുണ്ട് പുരാണങ്ങളിൽ. മഹാപാപികൾ പക്ഷെ നാമം ജപിച്ച് ഉയർന്നു വന്നവർ. 1-2 ഉദാഹരണം പറയുന്നു. ആരാണ്? അജാമിളൻ, പിന്നെ വാൽമീകി, രത്നാകരൻ എന്ന് പറയുന്ന കൊള്ളക്കാരൻ, അല്ലേ?
നാമം, അത് നാമം തലകുത്തനെ ജപിച്ച ആളാണ്. ആര്? വാൽമീകി. രാമ എന്ന് പോലും പറഞ്ഞില്ല, തലതിരിച്ച് പറഞ്ഞ ഒരാളാണ് അല്ലേ? അപ്പൊ എത്ര ദോഷം ചെയ്ത ഒരാളാണെങ്കിലും നാമജപം ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഉയരും. എത്ര നല്ലവനാണെങ്കിലും നാമജപം ചെയ്തില്ലെങ്കിൽ അവൻ മായയുടെ പിടിയിലുണ്ടാകും. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതാണ് ധർമ്മം. അപ്പൊ കലികാലത്തിൽ എങ്ങനെ നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റും ഭഗവാനെ? നാമജപത്തിലൂടെ നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റും. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവരും ദിവസവും മുടങ്ങാതെ നാമജപം ചെയ്യണം. ചെയ്യുന്നവർ ക്രമേണ അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയും വേണം. അതിനു വേണ്ടി കൃഷ്ണ ഭഗവാൻ രഹസ്യമായി എടുത്ത സ്വയം പൂർണ്ണമായ ഒരു അവതാരമാണ് ചൈതന്യ മഹാപ്രഭു. കേട്ടിട്ടുണ്ടോ എല്ലാവരും? അല്ലേ? ഭഗവാന് തിരമാലകൾ പോലെ അവതാരങ്ങളാണ് ഒരുപാടുണ്ടല്ലോ. എല്ലാവർക്കും അറിയാം. മത്സ്യ, കൂർമ്മ, വരാഹം, നരസിംഹം, വാമനം, പിന്നെ രാമൻ, പരശുരാമൻ. ഇവൻ പുരാണം ബുദ്ധനെ പോലും അവതാരമായിട്ടാ പറയുന്നത്. ബുദ്ധൻ, കൽക്കി, ബലരാമൻ, അല്ലേ? പിന്നെ ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ഇനിയും ഉണ്ട്. ഋഷഭാവതാരം, ധന്വന്തരി അവതാരം, മോഹിനി മൂർത്തി, ഹംസ അവതാരം, ഹയഗ്രീവൻ. ഇങ്ങനെ ഈ 10 ദശാവതാരത്തിൽ ഇല്ലാത്തതും അനേകമുണ്ട്. പക്ഷെ ഇത്രയും അവതാരങ്ങൾ ഉണ്ടെങ്കിലും ചിലതൊക്കെ അംശ അവതാരങ്ങൾ, ചെറിയ ഒരു സാഹചര്യം, കുട്ടി നേരത്തേക്ക് മാത്രം വന്ന അംശം. പിന്നെ ശക്തി ആവേശ അവതാരം, ഗുണാവതാരം, ലീലാവതാരം, കലാവതാരം, മന്വന്തര അവതാരം. ഇങ്ങനെ പല പല അവതാരങ്ങളുണ്ട്. എന്നാൽ പൂർണ്ണ അവതാരം 2 എണ്ണമാണ്. ഒന്ന് ശ്രീരാമനും ഇനിയൊന്ന് നരസിംഹവും. വാമനൻ, വരാഹം, മത്സ്യകൂർമ്മൊക്കെ ഉണ്ടെങ്കിലും, ഇതൊക്കെ ഒരുപാട് അവതാരങ്ങൾ ഉണ്ടെങ്കിലും പൂർണ്ണ അവതാരം ഏതൊക്കെയാണ്? നരസിംഹമൂർത്തിയും ശ്രീരാം. ഇവർ 2 പേരാണ് പൂർണ്ണ അവതാരങ്ങൾ. പിന്നെ അവതാരങ്ങളുടെയും ഉപരി പൂർണ്ണ പുരുഷോത്തം, പൂർണ്ണ ഉത്തമൻ. ഈ അവതാരങ്ങളുടെയും സ്രോതസ് ആരാന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ചന്ദ്ര ഭഗവാൻ. അതുകൊണ്ടാണ് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണകാരൻ കൃഷ്ണനെ പറയുന്നത്. ഇതെങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ നമ്മളൊരു മുറിക്കകത്ത് നമ്മളെല്ലാവരും, മുറിയുടെ പുറത്ത് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ വാതിൽ തുറന്നിട്ട് ഓരോരുത്തർ ഈ മുറിക്കകത്ത് വരും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? വാതിലിൽ നിന്നാണ് ഈ ആൾക്കാർ വരുന്നത്. കാരണം വെളിയിൽ എന്താണെന്ന് അറിയില്ല നമുക്ക്. ഈ വാതിലാണ് ആൾക്കാർ വരുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അതേപോലെ ഭൂമിയിൽ നമ്മൾ ഇവിടെ ഉണ്ട്. ഈ ഭൂമിയുടെയും വൈകുണ്ഠത്തിന്റെയും നടുക്ക് മഹാവിഷ്ണു ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോ നരസിംഹം മഹാവിഷ്ണുവിൽ കൂടെ താഴെ വരും, വരാഹം, വാമനൻ, ഇങ്ങനെ ഓരോ അവതാരവും മഹാവിഷ്ണുവിൽ കടന്ന് താഴോട്ട് വരുമ്പോ നമ്മൾ വിചാരിക്കും എല്ലാ അവതാരങ്ങളും ആരെടുത്തിരുന്നാ വരുന്നത്? മഹാവിഷ്ണുവിൽ ഇരുന്നാണ്. പക്ഷെ മഹാവിഷ്ണുവിനെ അവർ വാതലായി ഉപയോഗിച്ചിട്ട് അതിനും ഉപരിയായ അവതാരങ്ങൾ താഴോട്ട് വരികയാണ്. ക്ലിയർ ആയോ? അപ്പോ അനേകം അവതാരങ്ങൾ. രാമാദിമൂർത്തിഷു കലാനിയമേന തിഷ്ടൻ നാനാവതാരം അകരോത് ഭുവനേഷു കിന്തു കൃഷ്ണ സ്വയം സമഭവത് പരമപുമാൻ യോഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. നാനാവതാരങ്ങൾ ഉണ്ടെങ്കിലും രാമനും നരസിംഹവുമാണ് പൂർണ്ണം. അതിനേക്കാളും ഒരു പടി ഉയർന്നത് ഏതാ? കൃഷ്ണ ഭഗവാൻ. അപ്പൊ ഇത്ര അവതാരങ്ങൾ വന്നിട്ട് നമ്മളെ നന്നാക്കുന്ന ജോലിയിൽ എല്ലാവരും തോറ്റു. മനുഷ്യരെ നന്നാക്കുന്ന ജോലിയിൽ എല്ലാ അവതാരങ്ങളും തോറ്റു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഇനി അവതാരങ്ങൾ എടുത്തിട്ടൊന്നും കാര്യമില്ല, ഇവരെ നന്നാക്കാൻ പറ്റുന്നില്ല, ഞാൻ തന്നെ ഒരു ഭക്തനായി മാറിച്ചെന്ന് ഭക്തി ജീവിച്ച് കാണിച്ചു കൊടുക്കാമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. ഈ ഭഗവത്ഗീതയൊക്കെ ഉപദേശിച്ച് ആരും വായിച്ചുമില്ല കേട്ടുമില്ല എന്ന് ചോദിച്ചാൽ പറയും വീട്ടിൽ 10 പുസ്തകമുണ്ട്, തുറന്നു നോക്കിയിട്ടില്ല.
അപ്പൊ ഇനി പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും കാര്യമില്ല. ഞാൻ സ്വയം ചെന്ന് ഭക്തനായി ജീവിച്ച് കാണിക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. അങ്ങനെ രഹസ്യമായി എടുത്ത ഒരു അവതാരമാണ് ആര്? ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുയുടെ ജയന്തി 3-ാം തീയതി, ചൊവ്വാഴ്ച 3-ാം തീയതിയാണ് അവതാര ദിനം. അങ്ങനെ ഒരു സുദിനവും കൂടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും മുടങ്ങാതെ നാമജപം ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം, സസ്യഭുക്കാവണം. പതുക്കെ എല്ലാവരും എന്ത് ചെയ്യണം? സസ്യഭുക്കാവണം. പൂർണ്ണമായി സസ്യഭുക്കായവർ എത്ര പേരുണ്ട്? കുറച്ചോ ആൾക്കാർ. പിന്നെ ഈ ഒരു കാര്യം കടുപ്പിച്ച് പറയാൻ പറ്റില്ല. പറഞ്ഞ അടുത്ത ഞായറാഴ്ച ആള് പോയി. അതുകൊണ്ട് ഈ സത്യം കടുപ്പിച്ച് പറയാൻ പറ്റില്ല, കളിപ്പിച്ചേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ സത്യം സത്യമാണ്. എന്താകണം? എല്ലാവരും പെട്ടെന്ന് അനക്കമില്ലല്ലോ. ഭഗവാൻ ഇഷ്ടമല്ല. അച്ഛന് നല്ല ആരോഗ്യമുള്ള ഒരു മകനുണ്ട്, മുടന്തനായ ഒരു മകനുണ്ട്. പക്ഷെ അച്ഛനെ സംബന്ധിച്ചോളം രണ്ടുപേരെടുത്തും സ്നേഹം ഒരുപോലെ തന്നെയുണ്ട്. ഭഗവാന്റെ മക്കൾ അംശങ്ങളാണ് മനുഷ്യരും. അതേ ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ് ഏത്? മൃഗങ്ങളും പക്ഷികളും, ഇല്ലേ? അപ്പൊ ഒരു മകൻ ഇനിയൊന്നിനെ ഒന്ന് തിന്നാൽ അച്ഛൻ ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല. ഭാരതം സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴൊക്കെ വെറും 11% ആൾക്കാർ മാത്രമേ മത്സ്യമാംസാദികൾ കഴിച്ചവരുള്ളൂ. 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് 11% അത്ര പേരെ കഴിച്ചു. ഇന്ന് 97% ആൾക്കാരും ഭാരതത്തിൽ എന്ത് കഴിക്കുന്നു? മത്സ്യമാംസം. പുരോഗമിച്ചു നമ്മൾ. 11% നിന്ന് എത്രയായി? 97% ആയി മാറി. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഭൂകമ്പം, വെള്ളപ്പൊക്കം, പ്രകൃതിക്ഷോഭങ്ങൾ ഇതൊക്കെ ഉണ്ട്. പണ്ടിതൊന്നും ഒരിക്കലുണ്ടായാൽ പിന്നെ 40 വർഷം കഴിഞ്ഞാണ് അടുത്ത ന്യൂസ് കിട്ടുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. മാസാമാസം യുദ്ധം, മാസാമാസം ഭൂകമ്പം, വെള്ളപ്പൊക്കം, ഇതെല്ലാം ഉണ്ടാകാറില്ലേ? പ്രകൃതിയും റിയാക്ട് ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മത്സ്യമാംസാദികൾ ഭക്ഷണം എന്ത് ചെയ്യണം? ഒഴിവാക്കണം. കേട്ടിട്ട് അടുത്ത ആഴ്ച വരാതിരിക്കരുത്. ക്രമേണ നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറണം. മലയാളികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാ. എന്നാൽ 2 കാര്യം, ഒന്ന് നാമജപം, രണ്ടാമത്തത് സസ്യഭുക്കായ്മ. ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചോദ്യമോ സംശയമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാരും ജപം എല്ലാരും സ്റ്റാർട്ട് ചെയ്തോ? ഹരേ കൃഷ്ണ. പ്രഭുജി, ഈ പറഞ്ഞ കാര്യങ്ങളിൽ സംശയമുള്ളവർക്ക് ചോദിക്കാം. എന്ത് സംശയമാണെങ്കിലും പ്രഭുജി അത് നിവർത്തിച്ച് തരുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. അമ്മയ്ക്കുണ്ടോ സംശയം? പ്രഭുജി പറഞ്ഞതെല്ലാം മഹാസത്യങ്ങൾ തന്നെയാണ്. അവിടെ സംശയത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഞാൻ കാണുന്നില്ല. പിന്നെ വേറെ പുസ്തകങ്ങളിലൊക്കെ സംശയമുണ്ട്. ഭാഗവതത്തിലൊരു സംശയമുണ്ട്. ഭീഷ്മ പിതാമകൻ ശരശയ്യയിൽ കിടക്കുമ്പോൾ അങ്ങനെയാണ് വിഷ്ണു സഹസ്രനാമം ഉത്ഭവിച്ചത്, ഭഗവാനെ പ്രകീർത്തിച്ചതാണെന്നൊരു. പക്ഷേ ഭാഗവതത്തിൽ ആ ഭീഷ്മസ്തുതിയിൽ എങ്ങും അത് പറയുന്നില്ല. വിഷ്ണു സഹസ്രനാമൻ ജപിച്ചു എന്ന് പറയുന്നില്ല, സ്തുതിച്ചു എന്ന് പറയുന്നതേ ഉള്ളൂ. സ്തുതി അതിൽ വേറെ ഉണ്ട് താനും. പക്ഷേ അവിടെ അന്നാണ് വിഷ്ണു സഹസ്രനാമം ഉണ്ടായത്. പക്ഷേ പിന്നെ എന്തൊരു വാക്ക് പറയുന്നുണ്ടല്ലോ, മഹാരഥനായതുകൊണ്ട് ആയിരക്കണക്കിന് മഹാരഥന്മാരെ യുദ്ധത്തിന് മുമ്പിൽ വെച്ച് സംരക്ഷിച്ച് കാത്തു എന്നൊരു വാക്ക് പറയുന്നുണ്ട്. പക്ഷെ അവിടെ സഹസ്രനാമം അന്ന് ജപിച്ചു എന്ന് പറയുന്നില്ല എങ്കും. ഭഗവാനെ മുൻനിർത്തി ആ സ്തുതിച്ചു എന്ന് പറയുന്നതിൽ അത് വരുന്നില്ല. മഹാഭാരതത്തിനും ഭാഗവതത്തിനും ചെറിയൊരു വ്യത്യാസമാണ്.
അങ്ങനെ പല വ്യത്യാസങ്ങളിൽ ഒന്നാണ് ഇപ്പൊ അമ്മ പറഞ്ഞത്. അതുപോലെ ഇനിയുണ്ട് ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മഹാഭാരതത്തിൽ പാണ്ഡവർ സ്വർഗത്തിലേക്ക് പോയി, സ്വർഗാരോഹണം എന്നാണ് ഉള്ളത്. അത് ആ കഥയൊക്കെ ഉണ്ട്. ഇങ്ങനെ 5 പേരായി നടന്നു പോകും, ഓരോരുത്തരായി വീഴും, പിന്നെ നരകത്തിൽ പോകും, സ്വർഗത്തിൽ പോകും, ഇങ്ങനെ. എന്നാൽ ഭാഗവതത്തിൽ ഇതൊന്നും പരാമർശിക്കുന്നില്ല. അവർ നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി എന്ന് പറയും. അതേപോലെ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമി വിട്ട് പോകുമ്പോൾ അർജുനന് ചടങ്ങ് ചെയ്യാനായിട്ട്, കർമ്മങ്ങൾ ചെയ്യാനായി ഒരു ശരീരം ഉപേക്ഷിച്ചു എന്ന് പറയും. എന്നാൽ ഭാഗവതത്തില് ഭഗവാന് ഇനി ഒരു ശരീരമുള്ള കാര്യമേ പറയുന്നില്ല. ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മഹാഭാരതത്തിനും ഭാഗവതത്തിനും ഉണ്ട്. ഭാഗവതം അമലം പുരാണം, അതിനകത്ത് കളങ്കമില്ല, ഏറ്റവും ഉയർന്ന സബ്ജക്റ്റാണ്. പക്ഷെ മഹാഭാരതം അങ്ങനെയല്ല. അതിനകത്ത് പലതരത്തിലുള്ള ധർമ്മങ്ങളും കൂടെ കൂട്ടി. എങ്ങനെയെന്ന് വെച്ചാല്, നമ്മൾ കൊച്ചു കുട്ടികൾക്ക് ഒരു കാര്യം പഠിപ്പിക്കുന്നത് പോലെ, അപ്പൊ അവര് മനസ്സിലാക്കുന്ന രീതിയിൽ പഠിപ്പിക്കുന്നത് എന്താണ്? ആ കുഞ്ഞ് അമ്മയെടുത്ത് ചോദിക്കാണ്, അമ്മയ്ക്ക് എങ്ങനെയാ ഈ കുട്ടി ഉണ്ടായത്? അത് ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോ രാത്രി ഉറങ്ങിയ സമയത്ത് ഭഗവാൻ വന്ന് എന്റെ വയറ്റിലിട്ടു, അല്ലെങ്കിൽ അരയെണ്ണം തൂക്കിക്കൊണ്ടുവന്ന് എന്റെ വയറ്റിലിട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കുഞ്ഞുങ്ങളെടുത്ത്. ആ കുഞ്ഞ് തലയാട്ടു. എന്നാൽ അതേ കുട്ടി 15 വയസ്സ് 20 വയസ്സൊക്കെ വരുമ്പോ അതിന് കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കും. കുഞ്ഞുങ്ങളെടുത്ത് നമ്മൾ പറയണം, 2-ൽ 5 മൈനസ് ചെയ്യാൻ പറ്റില്ല, 5 - 2 പോസിബിൾ ആണ്, ചെയ്യാൻ പറ്റും. 2 - 5 പോസിബിൾ അല്ല എന്ന് നമ്മൾ ഒരു 3-ാം ക്ലാസ്സിൽ പഠിക്കും. എന്നാൽ 6-ാം ക്ലാസ് 7-ാം ക്ലാസ്സിൽ വരുമ്പോൾ 2 - 5 പോസിബിൾ ആണ്, ആൻസർ -3 ആണ് എന്ന് നമ്മൾ പറയും. അതേപോലെ മഹാഭാരതത്തിൽ എന്താന്ന് വെച്ചാൽ കുറച്ച് സാമൂഹിക ധർമ്മങ്ങൾ, കുറച്ച് വേറെ കാര്യങ്ങൾ, അതായത് ബ്രഹ്മബന്ധു സ്ത്രീയോ വൈശ്യന, കച്ചവടക്കാർക്കും അധപ്പതിച്ച ബ്രാഹ്മണർക്കും പിന്നെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഒക്കെ വേണ്ടി കുറച്ച് മസാലയും കൂടെ ചേർത്ത് അവതരിപ്പിച്ചതാണ് ഏത്? മഹാഭാരതം. ഭാഗവതം മുമുക്ഷുവികൾ, ഉയർന്ന ഋഷിമാർക്കും യോഗിവര്യന്മാർക്കും അവർക്കൊക്കെ വേണ്ടി എന്താ പറയുക, അമലം പുരാണം, കളങ്കമില്ലാതെ അവതരിപ്പിച്ചതാണ് ഭാഗവതം. അപ്പോൾ ഓരോ കാലഘട്ടത്തില് ഓരോ തരം ജനങ്ങൾക്ക് വേണ്ടി ആ സത്യത്തിൽ കുറച്ച് കളർഫുൾ ആയിട്ടൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെ കൊടുക്കും. അതുകൊണ്ട് ഭാഗവതത്തിലും മഹാഭാരതത്തിലും വ്യത്യാസം ഉണ്ടാകുന്നു. വ്യത്യാസം വരുമ്പോൾ ഈ തമ്മിൽ ഏത് എടുക്കണം എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്തെടുക്കണം? അപ്പം വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തി ഉണ്ടാകും. ഹരിനാമം, ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഷോഡശക മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ മോക്ഷവും ഗോപികമാർക്ക് കൃഷ്ണനോട് ഉണ്ടായ പ്രേമയും ഉണ്ടാകും. മനസ്സിലായോ? വിഷ്ണു സഹസ്രനാമം ഭീഷ്മ പിതാമഹർ ജപിച്ച് അദ്ദേഹം ദേഹം വിടിഞ്ഞു. അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? മോക്ഷപ്രാപ്തി ലഭിച്ചു. എന്നാൽ ഷോഡശക മന്ത്രം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ, ഇത് ജപിച്ചു കഴിഞ്ഞാല് മോക്ഷവും ഉണ്ടാകും, അതോടൊപ്പം ഭഗവാനോട് ഒരു പ്രേമയും ഉണ്ടാകും. അങ്ങനെ ഓരോ കാലഘട്ടത്ത് ഓരോ സത്യങ്ങൾ. മോശം എന്ന് പറയുന്നല്ല, ഒരു പടി. അദ്ദേഹം നേരെ തന്നെ സ്തുതിച്ചു, ഭഗവാൻ ഉള്ളപ്പോ തന്നെ സ്തുതിച്ചു. പക്ഷെ ഭാഗവതത്തിൽ ഒരു പടി ഉയർന്ന് അത് കാണിക്കും. കാരണം അതിനകത്ത് ഭഗവാന്റെ ദിവ്യനാമങ്ങളെല്ലാം ജപിച്ചിട്ട് അതിന്റെ ഫലം വായിക്കുമ്പോൾ എന്താ പറയാ, വിഷ്ണു സഹസ്രനാമത്തിന്റെ ഫലശ്രുതി നമ്മൾ വായിക്കുമ്പോൾ നല്ല സന്താനം ഉണ്ടാകും, ആരോഗ്യമുണ്ടാകും. ചെറിയ വ്യത്യാസം. ഫലത്തോട് ഭഗവാനെ പൂജിക്കുന്നതും എനിക്കൊന്നും വേണ്ട നീ മാത്രം മതി എന്ന് ഭഗവാനെ പൂജിക്കുന്നതിലും ഉള്ള വ്യത്യാസം. കുന്തിയുടെ ഭക്തിയും
ഗജേന്ദ്രന്റെ ഭക്തിക്കും തമ്മിലുള്ള വ്യത്യാസം. ഗജേന്ദ്രൻ എപ്പോഴാ ഭഗവാനെ പ്രാർത്ഥിച്ചത്? മുതല കാലി പിടിച്ച അയ്യോ കൃഷ്ണ രാമ. ഈ രാവിലെ വണ്ണം കുറയ്ക്കാൻ ചെല്ലുമ്പോൾ ആ ഓട്ടത്തിന് പട്ടി കടിക്കാൻ ഓട്ടിക്കുമ്പോൾ ഓട്ടത്തിന് വ്യത്യാസമുണ്ട്. ഏതാണ് ശരിക്കുള്ള ഓട്ടം? ബാക്കിൽ പട്ടി ഉള്ളപ്പോൾ ഓട്ടം. അതേപോലെ ഗജേന്ദ്രൻ എന്ത് ചെയ്തു? അതുവരെ ഭഗവാനെ ഓർത്തില്ല, മറ്റ് ആനകളോടങ്ങ് രമിച്ച് നടക്കുകയാണ്. കാലിൽ മുതല പിടിച്ചപ്പോൾ ഗജേന്ദ്രൻ എന്ത് ചെയ്തു? അങ്ങ് പ്രാർത്ഥിച്ചു. എന്നാൽ കുന്തി എങ്ങനെയാ പ്രാർത്ഥിച്ചത്? കൃഷ്ണ, എനിക്ക് കഷ്ടപ്പാടുകളെ താ. വിപതഃ സന്തുത ശാശ്വത തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യാതി അപുനർഭവ ദർശനം. കഷ്ടപ്പാടുകൾ എനിക്ക് താ. കാരണം ഞാൻ ഓരോ കഷ്ടത്തിലാകുമ്പോഴും നീ എനിക്ക് ദർശനം തരാം. അതുകൊണ്ട് എനിക്ക് കൂടുതൽ കൂടുതൽ കഷ്ടം താ എന്ന് നമുക്കാർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റും? കുറെ ദിവസമായി കാലൊക്കെ ഒടിഞ്ഞിട്ട് ഒന്ന് വീട്ടിൽ പോകുമ്പോൾ കാലൊടിഞ്ഞ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മുടെ പ്രാർത്ഥന ഗജേന്ദ്രനെ പോലെയാണോ കുന്തിയെ പോലെയാണോ? നമ്മുടെ ഗജേന്ദ്രനെ പോലെ. നമുക്ക് കുറച്ച് ഭക്തിയും വേണം, അലമാറക്കകത്തുള്ള പൈസയും വേണം, എല്ലാം വേണം. പക്ഷെ കുന്തി കഷ്ടങ്ങളെ ക്ഷണിച്ചു അങ്ങ് കിട്ടും. അതുകൊണ്ട് ആ ഭക്തിയുടെ തലത്തിൽ അല്പം വ്യത്യാസം. ഹരേ കൃഷ്ണ.